മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഡോക്ടർ തോമസ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കേട്ടോ. ആ സമയത്താണ് അങ്ങോട്ടേക്ക് മാർക്കോ വരുന്നത്. കണ്ണു തുറന്നതും മാർക്കേ കാണും. എന്താ സാർ എന്നെ വരണം എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ഇവിടുത്തെ ഡ്രൈവർ സാഗർ ഇനി എന്തായാലും ഫൈനാൻസ് കമ്പനിയിലേക്ക് പോവുകയാണല്ലോ, പകരം എനിക്കൊരു ഡ്രൈവർ വേണമല്ലോ, അത് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയണം. ഞാൻ എന്തായാലും നിൽക്കാം, എനിക്ക് ലീവ് ഉള്ളപ്പോൾ എൻ്റെ കാര്യം അറിയാലോ സാർക്ക്, അപ്പോൾ ലോപ്പസ് വരും എന്ന് പറയും. നിന്നെ എനിക്ക് കിട്ടുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരുമായിട്ട് മാറി മാറി വരാ എന്ന് പറയും. പിന്നെ ഞാൻ വന്നത് വെറുതെ അല്ല, ഇവിടെയുള്ളവരൊന്ന് കാണണമല്ലോ എന്ന് പറയുമ്പോൾ അവർ പോയല്ലോ മാർക്കോ എന്ന് പറയും. ഇപ്പോൾ അവർക്ക് എങ്ങനെയുണ്ട് ചോദിക്കും. അവർക്ക് പയ്യെ പയ്യെ നടക്കാനും പറ്റും, ഇനി അതുപോലെ മേഘനാഥൻ സംസാരിക്കാനും തുടങ്ങും എന്ന് പറയും കേട്ടോ. ഇനി അവരുടെ ശരീരം അവരുടെ മനസ്സും ശരിയായി കഴിഞ്ഞാൽ അവർ വീണ്ടും അവരെ ഉപദ്രവിക്കാൻ പോകും എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അവർക്ക് സമ്പാദ്യം മാത്രമാണ്, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ജന്മങ്ങളാണ് അവർ എന്നിങ്ങനെ പറയുന്നത്. പിന്നീട് മാർക്കോ ഡോക്ടർ തോമസിനോട് പറയുകയാണ്, ഞാൻ എന്തായാലും ശരി അവരെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറയണം കേട്ടോ. രാമദേവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. സോതി വാതിൽ തുറന്നിട്ട് പുറത്ത് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. സീമന്തിന് വന്ന് ചോദിക്കും, ആരാടി വന്നത് എന്ന് ചോദിക്കും കേട്ടോ. ആരെയും കാണാനില്ല. എന്നാൽ ശരി നീ വാതിലടക്കി എന്ന് പറഞ്ഞ് വാതിൽ അടയ്ക്കാൻ നിൽക്കുമ്പോൾ മാർക്കോ അങ്ങനെ നിൽക്കും കേട്ടോ. മാർക്കോ കണ്ടത് രണ്ടുപേരും അങ്ങനെ പേടിക്കുകയാണ് കേട്ടോ. മാർക്കോ ചോദിക്കും, അവരെവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുകളിലുണ്ട് എന്ന് പറയും. പെട്ടെന്ന് തന്നെ മാർക്കോ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, മുകളിലോ? അപ്പോൾ സ്റ്റെപ്പ് കയറി പോകാനൊക്കെ ആയോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ആയിട്ടില്ല, ഏട്ടന് സുഖമില്ല എന്ന് പറയണം. എന്ത് പറഞ്ഞു? സംസാരിക്കാൻ തുടങ്ങി ചോദിക്കില്ല. മരുന്ന് കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പറയും. എൻ്റെ മോനെ ഒന്നും ചെയ്യരുത് എന്ന് പറയണം കേട്ടോ. സീമന്തിനെ അതേപോലെ സോദിയും പറയുന്നുണ്ട്, ഏട്ടനെ ഒന്നും ചെയ്യരുതേ എന്ന് പറയുകയും. ഞാനൊന്നും ചെയ്യില്ല, എന്തായാലും ശരി ഞാൻ അവരെ ഒന്ന് കാണട്ടെ എന്ന് പറയണം കേട്ടോ. പിന്നീട് മാർക്കോ മുകളിലേക്ക് പോവുകയാണ്. സോദിയും അമ്മയും പറയുന്നുണ്ട്, ഒന്ന് പോവടി എന്ന് പറയുമ്പോൾ സോദി പറയും, അയ്യോ എനിക്ക് ആ ചെറുത്താനെ പേടിയാണ് പറയും കേട്ടോ. അതേ സമയത്ത് മാർക്കോ ഇങ്ങനെ പോയിട്ട് നോക്കുമ്പോൾ മേഘനാഥൻ ഇങ്ങനെ കിടന്നുറങ്ങുകയായിരിക്കും. മേഘനാഥൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കും മാർക്കാണ്. മേഘനാഥൻ അങ്ങനെ സ്വപ്നത്തിലാണെന്ന പോലെയാണ് ചിന്തിക്കുക കേട്ടോ. മാർക്കോ പെട്ടെന്ന് തന്നെ അവൻ്റെ നെഞ്ചും കൂടി പോയിട്ട് ചവിട്ടുകയാണ് കേട്ടോ. നിൻ്റെ ശരീരം നിൻ്റെ മനസ്സും എല്ലാം ശരിയായി കഴിഞ്ഞാൽ, നിനക്ക് ശരിക്കും നടക്കാനും പറ്റിക്കഴിഞ്ഞാൽ നീ വീണ്ടും അവരെ ഉപദ്രവിക്കും. അതേപോലെ തന്നെ കണ്ണനെയും മഹാലക്ഷ്മിയെയും ആ കുഞ്ഞിനെയും നീ അവരുടെ നോട്ടം കൊണ്ട് പോലും നീ അവരെ ദ്രോഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നെഞ്ഞത്ത് ഇങ്ങനെ കാലി വയ്ക്കണം കേട്ടോ. അത് കണ്ടുകൊണ്ടായിരിക്കും സീമന്തിനി വാമദേവനും പറയുക കേട്ടോ, മോനെ ഇനി ഒന്നും ചെയ്യില്ല, ഇനി അവരെ ഒന്നും ചെയ്യില്ല, ഇനി അങ്ങനത്തെ ഒരു ചിന്തയും ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഒരു തെറ്റും ചെയ്യില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ഞാൻ പറഞ്ഞല്ലോ ഒന്നും ചെയ്യില്ല എന്ന്, എനിക്ക് അവനോടാണ് പറയേണ്ടത്. അവനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങൾ അവൻ ചെയ്തിട്ടില്ല എങ്കിൽ അവനെ ഞാൻ ഇനി ജീവനോടെ വെച്ചിരുന്നു ഇതുവരെ, പക്ഷേ ഇനി ജീവനോടെ വെക്കില്ല, അവനെ ഞാൻ ശവമാക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നെ ആ സാഗറിൻ്റെ കൂടെ കഴിയുന്നില്ലേ മഞ്ജു, അവളെയോ അതുപോലെ അവരെ 3 പേരെയോ നീ നോട്ടം കൊണ്ടുപോലും ഇനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കഷ്ണമാക്കി ഇടും എന്ന് പറഞ്ഞിട്ട് മേഘനാഥനോട് ഇങ്ങനെ നല്ല പോലെ മാർഗോ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അതിനുശേഷം സീമന്തിന് പറയും, അയ്യോ എൻ്റെ മോള് താഴെയാണ് എന്ന് പറയും കേട്ടോ. ആ മോള് താഴെയാണെങ്കിലും അവൻ പെൺകുട്ടികളെ ഒന്നും ചെയ്യില്ല എന്ന് പറയും. നിങ്ങൾക്ക് അവനെ അത്ര ഉറപ്പുണ്ട്, പക്ഷെ നിങ്ങളുടെ മോനെ അത്ര ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നു എന്ന് പറയും കേട്ടോ. അതിനുശേഷം വാമദേവൻ മേഘനാഥനോട് പറയും, മോനെ അവൻ പറഞ്ഞത് കണ്ടോ, നമുക്കിനി അതുപോലെ ജീവിച്ചാൽ മതി, അതിൽ കൂടുതലായിട്ട് ഒന്നും ജീവിക്കണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് മഞ്ജുവും മഹാലക്ഷ്മിയും കണ്ണനും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. മഞ്ജു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അന്ന് ചേച്ചിയുടെ വയറ്റിൽ ആ വിഷം ചെന്ന കാരണമാണ് മോളുടെ കഴുത്തിൽ ഈ പാടുള്ളത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനെന്താമോ, അതുകൊണ്ടാണല്ലോ അവളെ നീലാംബരി എന്ന് വിളിച്ചത് എന്ന് പറയണം. അതിനൊന്നുമില്ല അല്ലേ നിങ്ങൾക്ക് എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. അതെ, ആ അമ്മയില്ലേ, ആ അമ്മയുടെ സഹായമാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേട്ടുകൊണ്ടാണ് കരുണ അങ്ങോട്ടേക്ക് വരുന്നത്. ആ അമ്മയെ ഒന്ന് പക്ഷേ കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റിയില്ല എന്നിങ്ങനെ പറയും. അതേസമയം മഹാലക്ഷ്മി പറയുന്നുണ്ട്, രണ്ടുപേരും കൂടി പോയി കഴിഞ്ഞാൽ അമ്മയെ കാണാൻ പറ്റില്ലല്ലോ, അത് സാരമില്ല, നമ്മുടെ സാന്നിധ്യം നമ്മൾക്കുണ്ട് എന്ന് പറയും കേട്ടോ. കരുണ അത് കണ്ടിട്ട് കുഞ്ഞുമോളെ എന്ന് വിളിച്ചിട്ട് വരികയാണ് കേട്ടോ. ഈ കുഞ്ഞിനെ ഞാൻ അന്ന് വന്നപ്പോഴും എടുക്കാൻ പറ്റിയില്ല, പക്ഷേ എനിക്കൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കണം കേട്ടോ. പറ്റില്ല, എടുക്കാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. അവളെ മഞ്ജു അങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് ദുർഗ പറയും, അയ്യോ മോളെ അവൾക്ക് കൊടുക്കരുത്, കുഞ്ഞിനെ കൊടുക്കരുത് എന്ന് പറയും. അവൾക്കെന്നല്ല നിങ്ങൾക്കും തരുന്നില്ല കുഞ്ഞിനെ എന്ന് പറയണം കേട്ടോ. അതിനുശേഷം കരുണ പറയും, നീയും അമ്മയും എങ്ങനെയായിരുന്നു മഞ്ജു, നിങ്ങളല്ലേ എന്നെ ഈ തരത്തിലാക്കിയത്, ഇപ്പോൾ നിങ്ങളുടെ സ്വഭാവമൊക്കെ മാറിയില്ലേ, അതുപോലെ എൻ്റെ സ്വഭാവം മാറി, നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം
കരുണ ദേഷ്യത്തോട് കൂടിയിട്ട് ഒരു സങ്കടഭാവത്തോട് കൂടിയിട്ട് പോവുകയാണ് കേട്ടോ. ദുർഗയോട് ഇങ്ങനെ ദുർഗ പറയും അവളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയും. അതേപോലെ മഞ്ജു പറയുന്നുണ്ട് കേട്ടോ, അവളുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കാൻ പറ്റില്ല, ആ കുഞ്ഞിനെ താഴത്തെറിയുകയോ വേറെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യും, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. അതേപോലെ തന്നെ ദുർഗയെയും മഞ്ജു പറയുന്നുണ്ട്. മഞ്ജുവിനോട് ദുർഗ പറയുന്നുണ്ട്, എനിക്ക് തരണ്ട, പക്ഷേ അവളുടെ കയ്യിൽ കൊടുക്കരുത്, പ്രതാപൻ്റെ മോളാണ്, എനിക്ക് അന്ന് എൻ്റെ വിശ്വേട്ടനെ കൊന്നതിന് ശേഷം അവരെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ മഹി പറയുന്നുണ്ട്, അവളുടെ സ്വഭാവമൊക്കെ മാറി എന്നാണ് പറയുന്നത് മഞ്ജു, ഇന്ന് നിനക്ക് അതിനൊരു കുറ്റബോധം ഉണ്ടാവരുത് കേട്ടോ പിന്നീട് എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എനിക്കൊരിക്കലും കുറ്റബോധം ഉണ്ടാകില്ല, കാരണം അവളും അവളുടെ മുത്തശ്ശിയും അത്രയ്ക്ക് ചെയ്തിട്ടുണ്ട്, അതിനാണ് അവൾക്ക് ഇത്രയും അഹങ്കാരം എന്ന് പറയുന്നത്. പിന്നീട് മഞ്ജു പറയുന്നുണ്ട്, ഇനി അവൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞാണ് നല്ലത്, ഈ കുഞ്ഞാണ് നല്ലത് എന്നുള്ള വാശിയും അവൾക്കുണ്ടാകും, അവളുടെ അഹങ്കാരം കൂടുകയേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അവളുടെ മുത്തശ്ശിയുടെ സമ്പാദ്യമെല്ലാം ഉണ്ണി വാങ്ങിയിരിക്കുകയാണ്, അവളത് അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ സ്വഭാവം, അവൾ അഭിനയമാണെങ്കിലും അവളുടെ സ്വഭാവം ഇതേപോലെ ജീവിക്കാനേ അവൾക്ക് പറ്റൂ, അല്ലാതെ അവൾക്ക് അതിൽ കൂടുതലായിട്ട് ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവൾ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളും എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് കരുണ ഉണ്ണിയുടെ അടുത്തിട്ട് പോയിട്ട് പറയും, ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് അഭിനയിക്കുകയാണല്ലോ, എനിക്ക് ആ കുഞ്ഞിന് ഇഷ്ടമായിട്ടൊന്നുമല്ല, ഞാനൊന്നങ്ങ് പോയി ചോദിച്ചപ്പോൾ എൻ്റെ നാത്തൂന് അതിന് തൊടാൻ വിട്ടില്ല എന്നിങ്ങനെ പറയണം. ആ കുട്ടീനെ കാണാനേ ഒരു രസമില്ല, അതിൻ്റെ കഴുത്തിലൊരു മറുകമാണ് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയും, അത് കണ്ണേട്ടനെ പോലെയാണെന്നാണല്ലോ പറയുന്നത്, നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണെന്നാണല്ലോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അയ്യേ കണ്ണേട്ടനെ പോലെയൊന്നും അല്ല, മഹിയെ പോലെ ഒന്നുമല്ല, പക്ഷേ ആ മാർക്കോ പോലെയാണ് എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയും, നീ അതൊന്നും പറയാതെ അവരൊന്നും കേൾക്കണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ, ഞാനെന്താ പറഞ്ഞു കഴിഞ്ഞാൽ എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ അവർ വഴക്ക് പോലെ ആകുകയാണ് പറഞ്ഞിട്ട് കേട്ടോ. അതിനുശേഷം ഉണ്ണി പറയുന്നുണ്ട്, ഇവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ജോലിക്ക് പോകണമെന്നാണ് പറയുന്നത് എന്ന് പറയുകയാണ്, അതുകൊണ്ട് നീ കണ്ടും കേട്ട് ഇവിടെ നിന്നാൽ മതി എന്ന് പറയുമ്പോൾ കരുണ പറയണ്ട, ഇതിനെന്താ നമുക്ക് 3 പേർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നു. അഹോ, നിന്നെയും കൊണ്ട് ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങേണ്ടി വരും, ഇവിടെയാണെങ്കിൽ അമ്മ നേരത്തിന് വെച്ച് വിളമ്പുന്നുണ്ട്, അതും കൂടി കഴിച്ചോളാം എന്ന് പറയും. ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ ഒരാൾക്കും കിട്ടരുതേ എന്നിങ്ങനെ പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അത് ശരി തന്നെയാണ്, ഇതുപോലൊരു പെണ്ണിനെ എനിക്ക് ഭാര്യയായി കിട്ടരുതായിരുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കരുണയ്ക്ക് ആകെ മൊത്തം സമനില തെറ്റിയാണ് കേട്ടോ. ഇത്തരത്തിലൊരുത്തനെയാണല്ലോ ഞാൻ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് എന്ന് പറഞ്ഞിട്ട് കേട്ടോ, നീ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്കുക, അതാ നിനക്ക് നല്ലത് എന്ന് ഉണ്ണി പറയുകയാണ് കേട്ടോ. മരുമോളോട് ഇങ്ങനെ പറയണ്ട, ഞാൻ അപ്പോഴും പറഞ്ഞതാണ് ഇതൊന്നും ചെയ്യണ്ട എന്ന്, അവനെ തെരഞ്ഞു പിടിച്ചിട്ട് പാമ്പ് കൊത്തിയത് കണ്ടില്ലേ എന്നിങ്ങനെ പറയും. അതിനെന്താ, പാമ്പിനോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് മരുമോളോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. ആ സമയത്താണ് പ്രതാപൻ അങ്ങോട്ടേക്ക് വരിക. ഞാൻ ആശുപത്രിയിൽ പോയിരുന്നു, ദേവരാജൻ്റെ അനിയൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് പൈസയും കൂടി കൊടുത്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ 1 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടല്ലോ, ഒന്നില്ലേ നിങ്ങൾ ആ പൈസ തിരിച്ചു തരണം, അല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പണി നിങ്ങൾ ചെയ്യണം, അതിന് നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ജാനമാകെ പകച്ചു പോവുകയാണ്. അത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.